ദൈവനാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതവും സ്നേഹവന്ദനവും അറിയിച്ചുകൊണ്ട് ഒരു വചനം പ്രാർത്ഥനയോടെ നമുക്ക് ധ്യാനിക്കാം. അതിനായി തിരഞ്ഞെടുത്ത തിരുവചനം സങ്കീർത്തനം 130 വാക്യം 5. ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു, അവിടുത്തെ വചനത്തിൽ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 130 സങ്കീർത്തനം 5 വാക്യത്തിൽ ദൈവത്തിനായിട്ടുള്ള ഒരു കാത്തിരിപ്പാണ് നാം കാണുന്നത്. സങ്കീർത്തനക്കാരൻ ഇവിടെ സർവശക്തനായ ദൈവത്തിൻ്റെ നന്മയ്ക്കായി കാത്തിരിക്കുകയാണ്. കാത്തിരിപ്പ് പലപ്പോഴും വേദന നിറഞ്ഞതാണ്. കാത്തിരിപ്പ് പലപ്പോഴും നിരാശ നിറഞ്ഞതാണ്. കാത്തിരിപ്പുകൾ പലപ്പോഴും ത്യാഗം നിറഞ്ഞതാണ്. എന്നാൽ ആ കാത്തിരിപ്പുകൾക്ക് ശേഷം നമുക്ക് ലഭിക്കുന്ന നന്മ വളരെ സന്തോഷകരമായിരിക്കും. നമ്മുടെ മനുഷ്യ ജീവിതം പല കാത്തിരിപ്പുകളിലൂടെ ലക്ഷ്യപ്രാപ്തിയിലെത്തുന്നതാണ്. ഉദാഹരണമായി, ഒരു ലക്ഷ്യസ്ഥാനത്തേക്കുള്ള പ്രയാണത്തിനുള്ള വാഹനത്തിനായിട്ടുള്ള കാത്തിരിപ്പ്, അഥവാ ബസ്സിനായി, ട്രെയിനിനായി, വിമാനത്തിനായി, ഇങ്ങനെ യാത്രയ്ക്കായി ആവശ്യമായിരിക്കുന്ന കാത്തിരിപ്പുകൾ, ഒരു ഭവനത്തിനായിട്ടുള്ള കാത്തിരിപ്പ്, പരീക്ഷ എഴുതി റിസൾട്ടിനായി കാത്തിരിപ്പ്, ഒരു ജോലിക്കായിട്ടുള്ള കാത്തിരിപ്പ്, ഒരു കുടുംബജീവിതം എന്ന നന്മയ്ക്കായി കാത്തിരിപ്പ്, ഇങ്ങനെ കാത്തിരിപ്പുകളുടെ പട്ടിക നീണ്ടു പോവുകയാണ്. ഓരോ കാത്തിരിപ്പും ചിലർക്കെങ്കിലും പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്നതാണ്. കാരണം അവർക്കറിയാം, ആ കാത്തിരിപ്പിനൊടുവിൽ ഒരു നന്മ ദൈവം എനിക്കായി ഒരുക്കി വച്ചിട്ടുണ്ടെന്ന്. ആ ഒരു പ്രത്യാശയോടുകൂടെ, ആ ഒരു പ്രതീക്ഷയോടുകൂടെ 130 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, അങ്ങയുടെ ചെവി എൻ്റെ യാചനകൾക്ക് ശ്രദ്ധിച്ചിരിക്കണമേ എന്ന് 2 വാക്യത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് 5 വാക്യത്തിൽ അദ്ദേഹം പ്രത്യാശിക്കുകയാണ്. ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നത്? അതുകൂടെ പറഞ്ഞാണ് ആ വചനം അവസാനിപ്പിക്കുന്നത്. അവിടുത്തെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ ഭൗതികമായ പല കാത്തിരിപ്പുകളുള്ളപ്പോൾ ഇവിടെ സങ്കീർത്തനക്കാരൻ ദൈവത്തിനായി ആത്മീയമായി ഒരു കാത്തിരിപ്പിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. ഇതേ സങ്കീർത്തനത്തിൽ, അഥവാ 130 സങ്കീർത്തനത്തിൽ 6 വാക്യത്തിൽ ആ കാത്തിരിപ്പിൻ്റെ ആഴത്തെക്കുറിച്ച് നാം കാണുന്നു. ഉഷസ്സിനായി കാത്തിരിക്കുന്നവരേക്കാൾ എൻ്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. ദൈവത്തിനായിട്ടുള്ള ഒരു കാത്തിരിപ്പിൻ്റെ ആഴമാണ് നാം കാണുന്നത്. ഉഷസ്സും അതുപോലെ യാമങ്ങളെല്ലാം താണ്ടി സങ്കീർത്തനക്കാരൻ ആ പ്രതീക്ഷിക്കുന്ന ദൈവിക നന്മയ്ക്കായി കാത്തിരിക്കുകയാണ്. 42 സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നത്, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു എന്നാണ്. അവിടെ സങ്കീർത്തനക്കാരനായ ദാവീദിൻ്റെ ആകാംക്ഷ ഒരു ഉദാഹരണത്തിലൂടെ വെളിപ്പെടുത്തുകയാണ്. മാൻ എങ്ങനെയാണ് ദാഹജലം തേടി വെള്ളത്തിനായി കാംക്ഷിക്കുന്നത് പോലെ ഒരു ആത്മീയമായ ദാഹത്തോടെ ദൈവത്തിനായി കാത്തിരിക്കുന്ന ദാവീദിനെ 42 സങ്കീർത്തനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാത്തിരിക്കുന്നവർക്ക് ഒരു നന്മ ലഭിക്കുമെന്നുള്ളത് നിശ്ചയമാണ്. പ്രത്യേകിച്ച് ദൈവത്തെ കാത്തിരിക്കുന്ന ഒരു മനുഷ്യനും ലജ്ജിച്ചു പോകയില്ല. ഇത് 34 സങ്കീർത്തനത്തിൽ നാം കാണുന്നുണ്ട്. യഹോവയെ കാത്തിരിക്കുന്നവർ, അവർ ഒരിക്കലും അവരുടെ മുഖം
ലജ്ജിച്ചു പോകുകയില്ല എന്ന് നാം അവിടെ കാണുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 30-31 വാക്യങ്ങളിൽ കാത്തിരിക്കുന്നവർക്ക് നൽകുന്ന നന്മയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നു? ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. അതെ, കാത്തിരിപ്പുകൾക്ക് ഒരു പ്രതിഫലമുണ്ട്. അത് ദൈവം നൽകുന്ന അനുഗ്രഹിക്കപ്പെട്ട പുതുശക്തി, പുതുബലം, പുതുകൃപകൾ, പുതിയ അഭിഷേകങ്ങൾ, പുതിയ നന്മകൾ. ആമേൻ, ആമേൻ. കാത്തിരിക്കും ഞാൻ, ശക്തിയെ പുതുക്കും, കഴുകനെ പോലെ ചിറകടിച്ചുയർന്നിടും. യഹോവയെ കാത്തിരിക്കും ഞാൻ, ശക്തിയെ പുതുക്കും, കഴുകനെ പോലെ ചിറകടിച്ചുയർന്നിടും. ഭയന്നിടാതെ, മടിച്ചിടാതെ, തളർന്നിടാതെ ഓടിടും. ഈ യാത്രയിൽ ഞാൻ ക്ഷീണമെന്നെ അനുദിനം ഗമിച്ചിടും. യഹോവയെ കാത്തിരിക്കും ഞാൻ, ശക്തിയെ പുതുക്കും, കഴുകനെ പോലെ ചിറകടിച്ചുയർന്നിടും. നദികളിൽ കൂടി ഞാൻ കടന്നാലും അവ എൻ്റെ മീതെ കവിയുകില്ല. തീയിൽ കൂടി ഞാൻ കടന്നു പോയാലും അഗ്നിജ്വാലയാൽ ഞാൻ ദഹിക്കയില്ല. എൻ്റെ ദൈവം, എൻ്റെ രക്ഷകൻ, അവനെന്നും കൂടെയുണ്ടല്ലോ. ഭയന്നിടാതെ, മടിച്ചിടാതെ, തളർന്നിടാതെ ഓടിടും. ഈ യാത്രയിൽ ഞാൻ ക്ഷീണമെന്നെ അനുദിനം ഗമിച്ചിടും. യഹോവയെ കാത്തിരിക്കും ഞാൻ, ശക്തിയെ പുതുക്കും, കഴുകനെ പോലെ ചിറകടിച്ചുയർന്നിടും. ശത്രുവിൻ തീയമ്പു പാഞ്ഞു വന്നാലും അവയൊന്നുമെന്നെ സ്പർശിക്കയില്ല. പരിഹാസക്കാറ്റ് ആഞ്ഞടിച്ചാലും ശക്തി തന്നു നാഥൻ നടത്തുമല്ലോ. എൻ്റെ ദൈവം, എൻ്റെ രക്ഷകൻ, അവനെന്നും കൂടെയുണ്ടല്ലോ. ഭയന്നിടാതെ, മടിച്ചിടാതെ, തളർന്നിടാതെ ഓടിടും. ഈ യാത്രയിൽ ഞാൻ ക്ഷീണമെന്നെ അനുദിനം ഗമിച്ചിടും. യഹോവയെ കാത്തിരിക്കും ഞാൻ, ശക്തിയെ പുതുക്കും, കഴുകനെ പോലെ ചിറകടിച്ചുയർന്നിടും. ഭയന്നിടാതെ, മടിച്ചിടാതെ, തളർന്നിടാതെ ഓടിടും. ഈ യാത്രയിൽ ഞാൻ ക്ഷീണമെന്നെ അനുദിനം ഗമിച്ചിടും.